നമസ്കാരം. വൈകിട്ടത്തെ 4 മണിയുടെ ചായ മലയാളികൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ 4 മണി ചായയ്ക്ക് പകരം ഹെർബൽ ടീ ആയാലോ? ആ ഹെർബൽ ടീയുടെ പ്രിപ്പറേഷൻ ഒത്തിരി പേര് എന്നടുത്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഒരു ആൻസറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെർബൽ ടീ നമുക്ക് എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാം? അപ്പോൾ നമ്മൾക്ക് വീട്ടുമുറ്റത്തുള്ള നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇഷ്ടം പോലെ 100 കണക്കിന് വെറൈറ്റീസ് ഓഫ് ഹെർബൽ ടീസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഞാൻ കോവിഡ് കാലത്ത് പറഞ്ഞു കൊടുത്ത ഒരു ഹെർബൽ ടീ ഒരു പ്രിപ്പറേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു റെസിപ്പി, അതായത് നമ്മളുടെ വീട്ടിൽ മുറ്റത്തുള്ള തുളസി, അതിൻ്റെ ആ ഒരു 2-3 അതിൻ്റെ ആ ഒരു ടിപ്പ് നുള്ളിയിട്ട് നമ്മൾ ഒരു തിളപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ തുളസി ഇടുക. ഇഞ്ചി ചതച്ച്, ഒരു ചെറിയൊരു പീസ് ഓഫ് ഇഞ്ചി ചതച്ച് വെള്ളത്തിലേക്ക് ഇടുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ ശുദ്ധമായിട്ടുള്ള ഓർഗാനിക്കായിട്ട് എവിടെയെങ്കിലും പൊടിപ്പിച്ച് കൊണ്ടുവന്നതാണെങ്കിൽ അത്രയും നല്ലത്. കടയിൽ നിന്ന് അല്ലെങ്കിൽ പാക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളിനേക്കാളും നല്ലത് നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലത്. അതൊരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾ ഇടുക. അതുപോലെ തന്നെ ഇരട്ടി മധുരം, എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ലിക്വറിസ് എന്ന് പറയും, ഹിന്ദിയിൽ ഇതിന് മലാഠി എന്ന് പറയും, മലയാളത്തിൽ ഇരട്ടി മധുരം എന്ന് പറയും. അതൊരു വേരാണ്. അത് നന്നായിട്ട് കഴുകി, നമുക്കിപ്പോൾ ഷോപ്പിൽ നിന്ന്, ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും. അത് നമ്മളൊന്ന് കഴുകിയിട്ട് അതിനെ 2ആയിട്ട് ഒന്ന് പകുത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടി തിളപ്പിച്ചിട്ട്, അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക്, അതായത് ബോയിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇട്ടാലും മതി. കാരണം ഇത് ഒത്തിരി തിളപ്പിച്ച് കഴിഞ്ഞാലും നമ്മൾക്ക് ഇതിൻ്റെയൊക്കെ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ കുറച്ച് കുറയും. അതുകൊണ്ട് വെള്ളം തിളച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക, ഓഫ് ചെയ്ത് വയ്ക്കുക. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മഞ്ഞ കളറായിട്ട് ഈ ഒരു വെള്ളം മാറും. എന്നിട്ട് നമ്മൾ കുടിക്കുക. അതിനകത്തേക്ക് ഇപ്പോൾ ഇത്തിരി സ്വീറ്റ് ആയിട്ട് ഇഷ്ടമുള്ളവർ, അതായത് ഡയബറ്റീസുകാർക്കാണ് ഞാൻ ആക്ച്വലി ഇഷ്ടമുള്ളവർക്കാണ് ഈ ഇരട്ടി മധുരത്തിൻ്റെ ഒരു ഇത് പറഞ്ഞത്. ഇരട്ടി മധുരത്തിൻ്റെ ആ സ്വീറ്റ്നെസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് ആഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഹെർബൽ ഡ്രിങ്ക് വിത്ത് ഈ ഒരു ഇരട്ടി മധുരം കൂടി ആണെങ്കിൽ വയറിന് ഇത്രയും നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല ആക്ച്വലി. കാരണം ഈ ഇരട്ടി മധുരത്തിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ GRD, അതുപോലെ തന്നെ ഹയറ്റസ് ഹെർണിയ, ഇങ്ങനെയൊക്കെ ഉള്ള വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അതുപോലെ തന്നെ മൈഗ്രെയിൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും H. പൈലോറി ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലൻ നമ്മളുടെ ശരീരത്തിൽ വയറിലുള്ളതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നതെന്നാണ് റിസർച്ച് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ H. പൈലോറി ബാക്ടീരിയ തുരത്താൻ ഉള്ള വൺ ഓഫ് ദി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഇരട്ടി മധുരം എന്ന് പറയുന്ന ആ ഒരു വേര്. അപ്പോൾ ഈ ഇരട്ടി മധുരത്തിൻ്റെ ആ ഒരു സ്റ്റെമ്മാണോ വേരാണോ എന്താണോ അത് നമ്മൾ ഇതുപോലെ കഴുകി നമ്മളത് സ്പ്ലിറ്റ് ചെയ്തിടുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, തുളസി, ഇഞ്ചി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ രോഗങ്ങളെയും നമുക്ക് ഒരുപോലെ ടാക്കിൾ ചെയ്യാവുന്ന ഒരു ഡ്രിങ്കാണ് ഈ ഹെർബൽ ടീ. അതും 4 മണിക്ക് ചായയ്ക്ക് പകരം വേറെ എന്ത് കുടിക്കാനാണ്, ഗ്രീൻ ടീ ആണ് നമുക്ക് ആകെ കൂടിയുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറയുന്നവർക്കാണ് ഈ ഒരു ഇത് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് 4 മണിക്ക് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടൊരു കോഫിയോ അല്ലെങ്കിൽ ടീ കുടിക്കുന്നവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അവരുടെ ഓഫീസിൽ എന്തായാലും എല്ലാവർക്കും ഒരു ചൂടുവെള്ളം ലഭ്യമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെ നിന്നാണ് ഞാൻ കൂടുതലും എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക്, അതുപോലെ പാം ട്രീ എന്ന് പറയുന്നൊരു ഷോപ്പിലും ഒക്കെ ഇഷ്ടം പോലെ നമ്മളുടെ ഈ ഹെർബൽ ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഹെർബൽ ടീൻ്റെ കോമ്പിനേഷൻ ചില സമയത്ത് ജിഞ്ചർ, തുളസി, ടെർമറിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കോമ്പിനേഷൻസിൽ നമുക്കത് വായിച്ച്, അശ്വഗന്ധ ടീ, അതുപോലെ തന്നെ തുളസി ആൻഡ് ജിഞ്ചർ ടീ, അങ്ങനെ പറഞ്ഞ് കുറേ കോമ്പിനേഷൻസിൽ, ക്യാമമൈൽ ടീ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ ഓരോ ദിവസവും നമുക്ക് ഓരോ സാഷറ്റ് ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. എനിക്കിപ്പോൾ ഈ ഒരു അടുത്ത സമയത്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു ഇതാണ് ദേശി കാവ
അതിൻ്റെ ഉള്ളിൽ തുളസിയും പെപ്പറും അതുപോലെ തന്നെ ഇന്ദുപ്പും ചേർത്തിട്ട് ഞാൻ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഒരു സാഷറ്റാണ് ദേശി കാവ എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര ടേസ്റ്റിയാണ്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് കോൾഡും കഫും അതുപോലെയുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ടീ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാഷറ്റ് വെച്ചിട്ട് നമുക്ക് 2 കപ്പ് ഓഫ് ടീ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഈ ചായ കാപ്പി എന്നുള്ള ഓപ്ഷൻസ് ഇത്ര വർഷങ്ങളായിട്ട് നമ്മൾ കുടിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു മോചനം കൂടി ആവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും കാണാം.